തുമ്പിപ്പെണ്ണിൻ്റെ ഋതുമതി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു 5-10 ദിവസത്തിനുള്ളിൽ തന്നെ മിന്നു പെണ്ണുമായി കേട്ടോ. രണ്ടാമത്തെ മോളാണേ. അവളും ഋതുമതിയായി. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ ഫംഗ്ഷന് വേണ്ടിയിട്ടെല്ലാം സെറ്റാക്കി. അന്നേരം അവളുടെ അച്ഛമ്മേൻ്റെ സഹോദരൻ ബാബുമാമന് സുഖമില്ലാണ്ടായി. അതുകൊണ്ട് നമ്മൾ ഫംഗ്ഷൻ നടത്തിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അതെല്ലാം എടുത്തു വെക്കേണ്ട വന്നു. എന്തായാലും ആ സമയത്ത് തന്നെ ഞങ്ങൾ അവൾക്ക് വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അവളെ മാമൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ ഞാനത് വെട്ടി തയ്ക്കുകയാണ്. ഇതും എൻ്റെ സൃഷ്ടിയാണ്. ഞാൻ തയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് എടുക്കാൻ തുടങ്ങണമെന്നുണ്ട്. ആർക്കെങ്കിലും തയ്ക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ തയ്ച്ചു തരാം കേട്ടോ. കടയിൽ കൊടുക്കുന്നതിനെക്കാട്ടും അഫോർഡബിളായിട്ട് എൻ്റെ ഒരു ഇത് ഇട്ടിട്ട് മാത്രം ഞാൻ പൈസ കുറച്ച് തരാം. ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഈ ഇത് ടോപ്പിനും സീറ്റ് ഹാർട്ട് നെക്കും ബാക്ക് ഓപ്പണും ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെയാണ് തയ്ച്ചത്. പിന്നെ ഇവർ മക്കളായതുകൊണ്ട് കുറച്ച് ഹൈറ്റ് വെക്കും വെയിറ്റ് വെക്കും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്താക്കി, ഇച്ചിരി കൂടുതൽ തയ്യൽ തുമ്പിട്ടിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. കാരണം അവർക്ക് കുറച്ച് കഴിയുമ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റണം. പിള്ളേർ വേഗം വലുതാവുന്നതുകൊണ്ട് എല്ലാം അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. കുറേ തയ്യൽ തുമ്പിട്ടിട്ടാണ് ഞാൻ അടിച്ചേക്കുന്നത്. അഥവാ തടി വെച്ചാലോ പിന്നീട് ഇടണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അത്യാവശ്യം ലെങ്ത്തിലാണ് തയ്ച്ചേക്കുന്നത്. എല്ലായിടത്തും തയ്യൽ തുമ്പ് ഇച്ചിരി കൂടുതലിട്ടിട്ട് ഉള്ളിലോട്ടാക്കിയിട്ട് അടിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുക്കു ഋതുമതി ആവുന്നത്. അത് കഴിഞ്ഞിട്ട് അവളെ അച്ഛൻ മേടിച്ചു കൊണ്ടുവന്ന കേട്ടോ. ഇത് അച്ഛൻ മേടിച്ച ഡ്രസ്സാണ്. ഒരാൾ കൊച്ചച്ഛൻ്റെ വകയും ഒരാളെ മാമൻ്റെ വകയും ഒരാൾ അച്ഛൻ്റെ വകയും അങ്ങനെയാണ് ഡ്രസ്സ് മേടിച്ചേക്കുന്നത്. ഇത് അവളെ അച്ഛൻ്റെ വകയുള്ള ഒരു നല്ല ചുവന്ന കളറുള്ള ഒരു ഉടുപ്പായിരുന്നേ. മറ്റാൾ രണ്ടാളെയും പോലെയല്ല, ഇത് തെന്നിക്കളിക്കുന്ന ഒരു തുണിയായിരുന്നു. ഇച്ചിരി പാടായിരുന്നു, എന്നാലും ഞാൻ എങ്ങനെയൊക്കെ തയ്ച്ചെടുത്തു കേട്ടോ. പിന്നെ പിള്ളേരുണ്ടായിരുന്നു. പിള്ളേർക്ക് സുഖമില്ലാത്തതും പിന്നെ സ്കൂളിൽ നിന്ന് തുറക്കുന്നതിൻ്റെ തിരക്കും എനിക്ക് ഫംഗ്ഷന് നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം യാനുവിൻ്റെ സ്കൂൾ തുറക്കുന്ന ഡേ തന്നെ ആയിരുന്നു ഫംഗ്ഷനും വന്നത്. ഞങ്ങൾ കുറച്ച് വൈകിയാണ് എത്തിയത്. എന്നാലും മധുരം കൊടുക്കാനൊക്കെ പറ്റി കേട്ടോ. ഞങ്ങൾക്ക് ഉടുപ്പിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നടന്നില്ല. കൊച്ചിൻ്റെ ഫംഗ്ഷന് പോകാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഞാൻ രണ്ടും രണ്ട് രീതിയിലാണ് അടിച്ചത് കേട്ടോ. എനിക്ക് പാകമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ഇട്ട് കാണിച്ചു കൊടുത്താൽ കേട്ടോ മക്കൾക്ക്. ഇനി ഇതിനെക്കാട്ടും കൂടുതൽ വലുപ്പത്തിൽ എനിക്ക് അടിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുവാണ്. എല്ലെണ്ണം വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുക. കാരണം ഇത് തയ്ച്ച് കഴിഞ്ഞിട്ട് അവർക്കുള്ള ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് കഥാവിശേഷം പറയാം കേട്ടോ. എനിക്ക് പീരീഡ്സ് ആവാറായതുകൊണ്ട് മുഖമൊക്കെ അപ്പിടി നാശമായിരിക്കും കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ആവാറുണ്ടോ? എനിക്ക് ഈ പീരീഡ്സ് ആവാറില്ല. കാരണം ഞാൻ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മെൻസസ് അങ്ങനെ റെഗുലറായിട്ട് വരാറേ ഇല്ല. വല്ലപ്പോഴും ഒന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മുഖമൊക്കെ ആകെ കരിവാളിച്ച് നാശമായി കിടക്കുവാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. ഞാൻ ചെയ്ത 3 ധാവണി സെറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് 3 മക്കൾ. അപ്പോൾ എങ്ങനെയാണ്, രസമുണ്ടോ?